മാത്യു ജോണുമായിട്ടുള്ള പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകൾ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് വന്നത്. എന്നാൽ ഇന്ന് ഞാൻ ചില പാട്ടുകൾ അപ്പോൾ അങ്ങ് പാടിയ പിന്നെ ഹിറ്റാക്കിയ കുറേ പാട്ടുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ടാണ്, എല്ലാവരുടെയും ഓർമ്മയിൽ നിൽക്കുന്ന പാട്ടുകളിൽ ഒരു പ്രധാനപ്പെട്ട പാട്ടാണ് ആർട്ട് എന്നുള്ള പാട്ട്. ആ പാട്ട് എഴുതാനുണ്ടായ അതെനിക്ക് തോന്നുന്നു തോമസ് എബ്രഹാം സാറായിരിക്കും അത് എഴുതിയെന്ന് എനിക്ക് തോന്നുന്നു. ഭക്തിനത് ഈണം നൽകി ഞാനത് പാടി. അതിൻ്റെ അനുഭവങ്ങളൊന്ന് പറയാമോ? ഈ തോമസ് എബ്രഹാം ഈ പാട്ട് എഴുതി, ആക്ച്വലി ഈ പാട്ട് പാടിക്കൊണ്ട് ഭക്തവത്സലം തന്നെ പാടിക്കൊണ്ടിരുന്നു. അത് ഞാൻ ചെല്ലുമ്പോൾ ഈ പാട്ടുണ്ട്. അതായത് 78 ചെല്ലുമ്പോൾ ഈ ആട്ടിടയ എന്നുള്ള പാട്ട് അപ്പം ഈ തരത്തിലല്ല അത് പാടിക്കൊണ്ടിരുന്നത്. അതിനിങ്ങനെ ആദ്യം ഒരു ആലാപ്പൊക്കെ പാടുന്നു, അങ്ങനെ ആലാപ്പ് ഇല്ലാതെയായിരുന്നു ഇത് പാടിക്കൊണ്ടിരുന്നത്. അദ്ദേഹം ഇങ്ങനെ അക്കോർഡിയൻ വെച്ച് പാടിക്കൊണ്ടിരുന്നൊരു പാട്ടാണ്. അപ്പോൾ പിന്നെ അത് ഞാൻ എനിക്കത് ഇഷ്ടമായിരുന്നു ആ പാട്ടിനെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, അത് വേറെ സ്റ്റൈലിൽ മാറ്റാം എന്ന്. പക്ഷേ അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്നു, എനിക്കല്ല ഇഷ്ടംപോലെ വേറെ പാട്ടുകളും ഞാൻ പാടുന്നുണ്ട്. അങ്ങനെ ഈ പാട്ട് ഇത് നല്ല ലിറിക്സും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ആലാപ്പ് എന്ന് മനസ്സിലായില്ലേ, ആട്ടിടെയാന്ന് ഞാനിങ്ങനെ വിളിച്ച് പാടുന്നത്. അങ്ങനത്തെ അതില്ലാതെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ടോടുകൂടി പാട്ട് തുടങ്ങായിരുന്നു, അങ്ങനെയായിരുന്നു അത്. അപ്പം അങ്ങനെ കുറേ കാലം അദ്ദേഹം ഇങ്ങനെ പ്രോഗ്രാമിന് പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് എവിടെയോ ഞങ്ങൾ ഇതുപോലെ മറ്റ് സ്റ്റേറ്റിൽ എവിടെയോ പോയപ്പോൾ ഭക്തവത്സലം എന്തോ കാരണം കൊണ്ട് അദ്ദേഹം വന്നില്ല. അവരതിരുന്നപ്പോഴത്തേക്കിന് ഞാൻ ഇങ്ങനെ നമുക്ക് ഒരു ആഗ്രഹമുണ്ടായി എന്നാൽ ഇത് പാടാം. അപ്പം നമ്മളതിനെ കുറിച്ചുണ്ടാക്കി അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മാറ്റി അന്ന്. അപ്പം ഹാർട്ട് ബീറ്റ്സിൽ ഉള്ള ഒരു ഹാർട്ട് ബീറ്റ്സായി. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞു ഈ പാട്ടിങ്ങനെ പുള്ളിക്കാരൻ പാടുന്നത്. അപ്പം അത് ഞങ്ങളിരുന്ന് ഇങ്ങനെ ഒരു സ്ട്രോക്ക് ഇട്ടിച്ച് അങ്ങനെ പാടുക, ആട്ടിടെ അങ്ങനെ വിളിച്ച് പാടുക, 2-3 പ്രാവശ്യം ഇങ്ങനെ വിളിച്ചു. പിന്നെ അതൊരു ബാക്ക്ഗ്രൗണ്ട്, അന്നത്തെ നമ്മളൊരു ചെറിയ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കി അതിങ്ങനെ ആട്ടിടയാന്ന് പറഞ്ഞ പാട്ട് ഞാൻ പാടി. അപ്പം അദ്ദേഹം പിന്നെ ഭക്തവത്സലം വരുമ്പോൾ അദ്ദേഹം പാടണം. അപ്പോൾ ഞങ്ങളങ്ങനെ അതിങ്ങനെ പലയിടത്തും പാടി. അങ്ങനെ ഇരിക്കുമ്പോൾ തമിഴ്നാട്ടിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, തമിഴ്നാട്ടിൽ വെച്ച് ഇത് ഒരാൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് അയാൾ തമിഴിലോട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. മെയ്പ്പൻ നീരേൻ നല്ല മെയ്പ്പൻ എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ഞാനിങ്ങനെ പിന്നെ തമിഴ്നാട്ടിലൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഭക്തവത്സലൻ ഇത് കേട്ടായിരുന്നു ഞാനിങ്ങനെ പാടുന്നത്. അപ്പോൾ തമ്പി തന്നെ അത് പാടിക്കും, അത് പാടിക്കോളാം. അങ്ങനെ എനിക്ക് അത് പുള്ളിക്കാരൻ എനിക്ക് ആ പാട്ടൊക്കെ പാടാമെന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മളങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അത് അന്നേരത്തേക്കിന് ആ പാട്ടിന് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടായി കഴിഞ്ഞു. എല്ലായിടത്തും പോകുമ്പോൾ ഇത് പാടും, അത് റിപ്പീറ്റ് ചെയ്തൊക്കെ പാടുന്ന ആവശ്യപ്പെട്ട് പാടുകയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ആ പാട്ട് അങ്ങനെയാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കന്നഡയിലോട്ട് അത് ചെയ്തു. പിന്നെ ഹിന്ദിയിലോട്ട് മാറ്റി. ഹിന്ദിയിൽ ഗഡേരിയ എന്നാണ് ഈ ആട്ടിടയ എന്നുള്ളത്, ഗഡേരിയ. മറ്റേ ബംഗാളിയിൽ മേഷ് പാലോക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ ലാംഗ്വേജിലും ഇതൊക്കെ ഓരോരുത്തർ ട്രാൻസ്ലേറ്റ് ചെയ്യിച്ചു. ഞങ്ങളുടെ സ്റ്റാഫ് ഉള്ളതുകൊണ്ട് അവർ ഓരോ സ്ഥലങ്ങളിൽ ഈ പാട്ട് ചുമ്മാ കേൾപ്പിച്ച് കൊടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ ഇരുന്ന് അപ്പോഴത്തേക്കിന് കുറച്ച് കാലം കഴിഞ്ഞപ്പം ക്യാമ്പസ് ക്രൂസൈഡിന് ഒരു 4 പാട്ട് അന്നത്തെ ഡിസ്ക് ഉണ്ടല്ലോ, പഴയ ഡിസ്കിലേക്ക് റെക്കോർഡിങ്ങിന് അവർക്ക് താല്പര്യമുണ്ട്, 4 പാട്ട്. അപ്പോൾ അതിനകത്ത് ഒന്ന് ഇത് ആറ്റിടെ, 2 നിശയുടെ നിശബ്ദതയിൽ, 3 അന്നൊരു നാളിൽ കാൽവരി മോൾ എന്ന് പറഞ്ഞ 2 പാട്ടുള്ളത്, ജീവിത സാഗരം. ഈ 4 പാട്ട് സെലക്ട് ചെയ്തു. ഈ 4 പാട്ട് സെലക്ട് ചെയ്ത് അപ്പം മദ്രാസിൽ പോകുന്ന റെക്കോർഡിങ്. അപ്പം ഭക്തവത്സലത്തിന് ഈ ജോൺസൺ മ്യൂസിക് ഡയറക്ടർ മദ്രാസ് ജോൺസൺ വരെ. പക്ഷേ ജോൺസണിന് ആയിട്ട് നമുക്കും ഒരു ചെറിയ പരിചയമുണ്ട്. കാരണം ഞങ്ങൾ കുന്നംകുളത്ത് പ്രോഗ്രാമിനൊക്കെ ചെന്നപ്പോൾ YMCA ഒക്കെ പ്രോഗ്രാമിന് ചെന്നപ്പോൾ അന്ന് ജോൺസൺ ഇത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടറായില്ല. അതായത് വോയിസ് ഓഫ് ട്രിച്ചൂർ എന്ന് പറയുന്ന ഒരു ഓർക്കസ്ട്രയിലെ വയലിനിസ്റ്റും പുള്ളി മ്യൂസിക് ഡയറക്ടറും ഒക്കെ. അപ്പം വലിയ
സ്ഥിതിയിലുള്ള മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം ഈ ഭക്തവത്സല സ്നേഹത്തിൻ്റെ പേരിൽ ഭക്തം വിളിച്ചിട്ടായിരിക്കാം അദ്ദേഹം കുന്നംകുളത്തെ പ്രോഗ്രാമിലൊക്കെ വന്ന് ഞങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ബന്ധം അങ്ങനെ നിൽപ്പുണ്ട്. അപ്പോഴത്തേക്കിന് ആ ഭക്തൻ പറഞ്ഞു നമുക്ക് ജോൺസണോട് പറഞ്ഞാൽ ജോൺസൺ നമുക്കിത് ചെയ്തു തരുന്നു. അങ്ങനെ ജോൺസനെ മദ്രാസിൽ പോയി ഭക്തൻ കണ്ടു. അപ്പോൾ നിങ്ങൾ വാ നമുക്ക് പാട്ട് പാടാം എന്ന് പറഞ്ഞു. ഒരു പാട്ട് മറ്റേ ഈ 4 പാട്ടുകളാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് അതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പം ഇതിനെല്ലാം വേറെ പുതിയ മ്യൂസിക് ഉണ്ടാക്കാം, അത് ജോൺസൺ ചെയ്യും, അത് ജോൺസൺ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാനും ഭക്തവത്സലിനൂടെ മദ്രാസിൽ പോയി. ഞങ്ങളൊരു ഹോട്ടലിൽ പോയി. അവിടെ ജോൺസന് ഹാർമോണിയൊക്കെ ആയിട്ട് വന്നിരുന്നു. നമ്മുടെ ജോൺസൺ മാസ്റ്റർ എന്ന് പറയുന്ന മരിച്ചുപോയ വലിയ അദ്ദേഹം വന്നു. അദ്ദേഹം ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഔസേപ്പച്ചൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ, അവർ രണ്ടുപേരും ഫ്രണ്ട്സാണ്. അപ്പോൾ ഔസേപ്പച്ചൻ രണ്ടുപേരുടെ വന്നിരുന്ന് അപ്പോൾ നമ്മൾ പാട്ട് പാടി കൊടുക്കുമ്പോൾ അന്നേരം പുള്ളി അത് നൊട്ടേറ്റ് ചെയ്ത് റെഡിയാക്കി അദ്ദേഹം ഇതിന് എല്ലാത്തിനും മ്യൂസിക് ചെയ്തു. ഇപ്പം നമ്മൾ ഇപ്പോൾ അവതരിപ്പിക്കുന്ന ആ മ്യൂസിക് ജോൺസൺ ഉണ്ടാക്കിയ മ്യൂസിക്കാണ് നമ്മൾ കേൾക്കുന്നത്. അതിനൊരു ചിട്ടയുണ്ടാക്കി, അതിൻ്റെ ആലാപ്പും അതിൻ്റെ ആ ചിട്ടയോടുകൂടി പുള്ളി ഒരു മ്യൂസിക് 5 മിനിറ്റ് കൊണ്ട് ഈ ആട്ടിടെ ആളെ മ്യൂസിക് എന്നോട് പറഞ്ഞ് പാടാൻ പറഞ്ഞപ്പോൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുള്ളി കടലാസൻ നൊട്ടേഷൻ എഴുതിയെടുത്തു. അത് എന്നെയും കൊണ്ട് വായിച്ച് കേൾപ്പിച്ചു, ഇതല്ലേ പാട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ. അങ്ങനെ ഈ ആട്ടിടയ എന്ന് പറഞ്ഞ പാട്ട് അന്ന് ഇപിക്ക് വേണ്ടി പാടിയത് ജയം രാജു, വാനം ബുധോ എന്നൊക്കെ പറയുന്നതിൻ്റെ ജയം രാജു. പിന്നെ നിശയുടെ നക്ഷത്രത്തിൽ യേശുദാസിന് പാടാൻ വെച്ചിരുന്നു. അപ്പോൾ അതാണ്. പിന്നെ ജയം രാജുവിൻ്റെ ഭാര്യയുണ്ട് ലത എന്ന് പറയുന്നത്, ഫിലിമിലൊക്കെ പാടുന്നത്. ലതയാണ് ജീവിതസാഗരത്തിൽ പാടി. പിന്നെ ഞാൻ അന്നൊരു നാളിൽ കാൽവരി മുകളിൽ വന്ന് അന്ന് പുതുതായിട്ടുണ്ടാക്കിയൊരു പാട്ട്, അതിനെല്ലാം ജോൺസൺ മ്യൂസിക് ചെയ്തു. നല്ല റെക്കോർഡിങ് ആയിരുന്നു അത്. അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ഈ പാട്ട്. പിന്നെ ഈ ആട്ടിടയ എന്ന് പറഞ്ഞ പാട്ട് ആ മ്യൂസിക് നമ്മളിവിടെ വന്ന് ഞങ്ങൾ പഠിച്ച് പാടി. അത് ഇന്ത്യയിൽ അത് ആ മ്യൂസിക് കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് വേറൊരു കളറായി. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മ്യൂസിക് അതാണ് ആ പാട്ടിൻ്റെ. ഇപ്പോൾ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഹാർട്ട് ബീറ്റ്സിൻ്റെതായിട്ട് ഒരുപാട് കാസറ്റ്സ് ആ കാലഘട്ടത്തിൽ, അന്ന് കാസറ്റുകളുടെ കാലമാണല്ലോ. അപ്പോൾ ഹാർട്ട് ബീറ്റ്സിൻ്റെ കാസറ്റിന് വേണ്ടി കാത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഒരുപാട് കാസറ്റുകൾ, ആ കാസറ്റുകളിലെല്ലാം പ്രധാനപ്പെട്ട ഗായകനായിരുന്നത് അജാനാണ്. അതിനെപ്പറ്റിയൊരു ഓർമ്മകൾ ആ ഒരു കാസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാംഗ്ലൂരിലെ ഒരു ഡെക്കാൻ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞാൽ മറ്റേ തങ്കയ്യ എന്ന് പറഞ്ഞ ആളുടെ വലിയ സ്റ്റുഡിയോ ആണ്. HMVയുടെ ഇവിടുത്തെ ഇന്ത്യയിലെ അതിൻ്റെ ചുമതലയുള്ള ആളായിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ ആണ്. അപ്പം നമ്മളെ റെക്കോർഡ് ചെയ്യുന്ന അവിടെയായിരുന്നു. അത് വലിയ ഫിലിം റെക്കോർഡിങ് സ്റ്റുഡിയോ ആയിരുന്നു. അവിടെ ഒരു എഗ്രിമെൻറ്റിൽ പോയി നമ്മുടെ ഈ പാട്ടുകളെല്ലാം അന്നേരം നമ്മളെ ഈ അന്നേരം ആ മ്യൂസിക് ചെയ്യാനായിട്ട് സഹായിച്ച അഗസ്റ്റിൻ സാൻഡി എന്ന് പറയുന്ന ബാംഗ്ലൂരുള്ള ഒരു തെലുങ്ക് പാസ്റ്ററും അവൻ്റെ അമ്മ മലയാളിയായിട്ടുള്ള അങ്ങനെ ഒരാൾ. അയാൾ നമ്മുടെ കൂടെ കുറേ നാൾ കീബോർഡ് വായിച്ചു. അവിടുത്തെ ഫിലിം ഫീൽഡിലെ വയലിനിസ്റ്റാണ്. അപ്പോൾ അത് ശരിക്കും ഒരു ബോണഗൈൻ ക്രിസ്ത്യനാണ്. അപ്പം നമ്മളുമായിട്ട് അഗസ്റ്റിനാണ് അതിൻ്റെ ഇൻ്റർവ്യൂകളെല്ലാം ചെയ്ത് മ്യൂസിക് എല്ലാം ചെയ്ത് നമ്മൾ ഡെക്കാൻ സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഡെക്കാൻ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് അന്ന് ഈ ട്രാക്ക് റെക്കോർഡിങ് സിസ്റ്റം ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സ്റ്റുഡിയോകളിൽ. അപ്പോൾ അതിൽ ഒരെണ്ണമായിരുന്നു ഈ ഡെക്കാൻ സ്റ്റുഡിയോസ്. 8 ട്രാക്ക് മറ്റേ 2 ഇഞ്ച് ടേപ്പേലാണ് ചെയ്യുന്നത് റെക്കോർഡിംഗ് ഒക്കെ. അപ്പോൾ അത് എക്സ്പെൻസീവായുള്ള റെക്കോർഡിങ്. പക്ഷേ ഞങ്ങളത് അവിടെ ചെയ്യുന്നത് അവരുമായിട്ടുള്ള നല്ല എഗ്രിമെൻറ്റിൽ ആ സ്റ്റുഡിയോയിൽ റെക്കോർഡിങ് നടക്കുക. അത് റെക്കോർഡിങ് നടന്നു കഴിഞ്ഞാൽ ആ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ കോപ്പി എടുക്കുന്നത്. ഇതിൻ്റെ കോപ്പി എല്ലാം അവിടെ ഡെക്കാൻ സ്റ്റുഡിയോയിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ജനത്തിൽ എത്തിക്കാവുന്നത് പോലെ കാസറ്റിൽ ആക്കി നമ്മുടെ ലേബലും എല്ലാം പ്രിൻ്റ് ചെയ്ത് കവറും എല്ലാം പ്രിൻ്റ് ചെയ്ത് റെഡിയായി അവിടുന്ന് നമുക്ക് ആളുകൾ എത്തിക്കാവുന്ന പോലെയാണ് ഈ സാധനം കൈ തരുന്നത്. അപ്പോൾ അവിടെയാണ് ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ഞാൻ തന്നെ 13 വോളിയം ഞാൻ അവിടെ പാടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു വോളിയം തരങ്കിണിയിലായിരുന്നു. തിരുവനന്തപുരത്ത് തരങ്കിണിയിലാണ് അത് ചെയ്തത്. അല്ലാതെ ബാക്കി എല്ലാ കാസറ്റുകളും അവിടെയാണ് ചെയ്തത്. പിന്നെ ഇത് ജനത്തിൻ്റെ ഇടയിൽ എത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച നമ്മുടെ കാസറ്റ് ഇതുപോലെ ചിലവാകുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. എന്തോ ആൾക്കാർ കാത്തിരുന്നത് മേടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങ് വിൽപ്പനയായി. അത് ആ ഒരു വിൽപ്പന ഈ ഹാർട്ട് ബീറ്റ്സിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടില്ലേ? ഉണ്ട്. നമ്മുടെ അതിൻ്റെ അകത്ത് ഓൾഡ് ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞൊരു കാസറ്റ് ഉണ്ടായിരുന്നു.
അന്ന് 80കളിൽ എനിക്ക് ഓർമ്മയുള്ളപ്പോഴത്തേക്കിന് ഓരോ 1.5 ലക്ഷം കാസറ്റ് ആ ഓൾഡ് ഫേവറേറ്റ്സ് തന്നെ വിറ്റു. പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലായിടത്തേക്കും അന്ന് കാസറ്റിൻ്റെ ഒരു പ്രളയകാലം, നമുക്ക് 5 രൂപ കുറവാണ്. 5 രൂപ കുറച്ച ആളുകൾക്ക് കൊടുക്കുന്നത് ക്യാമ്പസ് സൂസൈഡ്. അതിൻ്റെ അകത്ത് ഒരു മെസ്സേജ് ഉണ്ടാകും. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ചുമ്മാ പാട്ട് മാത്രമല്ല, അതിൻ്റെ അകത്ത് ഒരു ഒരു രക്ഷിക്കപ്പെടണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു മെസ്സേജും ഒരു ഫോളോ അപ്പും എല്ലാം കൂടി ഇതിനകത്തുണ്ട്. 10 പാട്ടോ 8 പാട്ടോ വെച്ചിട്ട് അതിൻ്റെ അകത്ത് മെസ്സേജ് കൂടെ കൂട്ടിയാണ് കാസറ്റുകൾ ഇറക്കുന്നത്. അങ്ങനെ ഈ ഇവിടെ ഈ തരംഗിണിയിൽ റെക്കോർഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ തരംഗിണിയുടെ റെക്കോർഡിങ് നടക്കുന്നത്. ഈ തരംഗിണി ഒത്തിരി കാസറ്റ് ഇറക്കിയിട്ടുണ്ടല്ലോ. അപ്പം അവർ മാർക്കറ്റ് തിരക്കിയപ്പോൾ ഡിസംബറിൽ ഇറങ്ങുന്ന, അതെ ഡിസംബറിലല്ല, അവർ ഈ ഒക്കേഷനിലെല്ലാം ഇറങ്ങുന്നുണ്ട്. ഈ ക്രിസ്തീയ പാട്ടുകൾ ഇറങ്ങുന്ന ഒരു കാലഘട്ടം. ക്രിസ്തീയ പാട്ട് തന്നെയല്ല, അവർ വിഷാദ ഗാനങ്ങൾ, പിന്നെ ഉത്സവ ഗാനങ്ങൾ, ഇങ്ങനെ ഒത്തിരി കാസറ്റ് ഉണ്ട്. പക്ഷെ അതിനെ ബീറ്റ് ചെയ്ത് ഈ കാസറ്റ് നിൽക്കുക. കടകളിൽ ആളുകൾ കണ്ടമാനം ചോദിച്ചു മേടിക്കുക. ഈ കടക്കാരെല്ലാം അങ്ങോട്ട് അയക്കാറുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഇത് എന്നും കൊറിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാസറ്റുകൾ. അപ്പം അതിനൊരു ക്യാമ്പസ് സൂസൈഡിനൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായി. കാസറ്റിന് വേണ്ടി മാത്രം ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവരാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ലോക്കലി അയച്ചു സ്റ്റാഫിന് കൊടുക്കും, സ്റ്റാഫ് കൊണ്ടുവന്ന് കൊടുക്കും, കടകളിൽ കൊണ്ടുവന്ന് കൊടുക്കും, ഹോള്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ തരംഗിണിക്കാർ ഇത് മാർക്കറ്റ് തിരക്കിയപ്പോൾ അവരുടെ കാസറ്റിലും കൂടുതൽ ഈ ഹാർട്ട് ബീറ്റ്സിൻ്റെ കാസറ്റ് ഒന്നും ആലോചിച്ച് നോക്കണം. അവരുടെ കാസറ്റ് വിൽക്കുന്ന. അപ്പം ഈ പുള്ളിക്കാരൻ ഞാൻ മനസ്സിലാക്കിയത്, ഇദ്ദേഹം ബഹുമാനപ്പെട്ട ഈ യേശുദാസ് കേട്ട ഈ ബാംഗ്ലൂർ ഇത് ആരുടെയാണ് ഈ കാസറ്റ് ഇത്ര അന്നേരം അന്വേഷിച്ചു. അങ്ങനെ വന്ന് അവരുമായിട്ടൊരു തരംഗിണി വേറെ ആർക്കും റെക്കോർഡിങ്ങിന് കൊടുക്കത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു നിങ്ങളുടെ ഒരു കാസറ്റ് വേണം ഇവിടെ വന്ന് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടുവന്ന പാട്ടൊക്കെയുള്ള ആ കാസറ്റ് അവിടെ ചെയ്യാൻ കാരണം അതാ. അപ്പോൾ ആ തരംഗിണിയായിട്ട് നമ്മളൊരു നല്ല ബന്ധത്തിൽ വന്നു. അതുകൊണ്ട് അങ്ങനെ അവിടുത്തെ എൻജിനീയർ നമ്മളുമായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ അവർ വിളിച്ച അങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പം പിന്നെ സ്നേഹത്തിൻ്റെ മുഖത്തിനെ പറ്റി ആ ഒരു പാട്ടിൻ്റെ കാസറ്റ് നമ്മൾ പറഞ്ഞു. ആ പാട്ടിനെ പറ്റി വളരെ ഫേമസ് ആയ ഒരു പാട്ടാണ് അത്. ആ പാട്ടിനെ പറ്റി എന്ന് പറയാം. അത് ഏബ്രഹാം ഈപ്പൻ എന്ന് പറഞ്ഞ ഒരാളാണ് അത് എഴുതിയത്. അദ്ദേഹം എഴുതിയ പാട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള പാട്ടുകളുണ്ട്. സർവേശ്വര നിൻ സാമീപ്യ ലഹരിയിൽ, പിന്നെ മനസ്സിൻ്റെ കണ്ണാടിയിൽ ഒരു രൂപം തെളിഞ്ഞു നിൽക്കും, സ്നേഹത്തിൻ്റെ മുഖം ഞാൻ, ഇതെല്ലാം ഏബ്രഹാം ഈപ്പൻ ചെയ്തു. ഏബ്രഹാം ഈപ്പൻ എനിക്ക് തോന്നുന്നു ഒരു 5-8 വർഷം മുമ്പ് മരിച്ചുപോയി. അദ്ദേഹത്തിന് ക്യാൻസറായിരുന്നു. നന്നായിട്ട് എഴുതുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടാണിത്. അത് ഭക്തവത്സലൻ ട്യൂൺ ചെയ്തതാണ് സ്നേഹത്തിൻ്റെ മുഖത്താണ്. അപ്പോൾ അങ്ങനെ ആ കാസറ്റിന് തന്നെ അതിൻ്റെ അകത്ത് ആദ്യമേ പാടിയിരിക്കുന്ന കനിവേറും യേശുനാഥ എന്ന് പറഞ്ഞൊരു പാട്ടാണ് ആ കാസറ്റിൽ. പക്ഷേ ഈ സ്നേഹത്തിൻ്റെ മുഖം എന്നാണ് കാസറ്റിന് പേരിട്ടിരിക്കുന്നത് ഈ പാട്ട് കൊണ്ട്. അത് ഞാൻ പാടിയിരുന്നു. അപ്പം ആ റെക്കോർഡിങ്ങിന് ഞങ്ങൾ, ഞാൻ പറഞ്ഞ അഗസ്റ്റിൻ സാൻഡി എന്ന് പറയുന്ന ബാംഗ്ലൂരിൽ ഒരു വയലിനിസ്റ്റാണ്. അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം ഒരു വലിയൊരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം ഇത് കംപ്ലീറ്റ് എല്ലാ പാട്ടിൻ്റെ 10 പാട്ടിൻ്റെ നൊട്ടേഷൻസും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പോവുക. അപ്പോൾ അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് 2-3 കലാകാരന്മാർ. അന്ന് ഈ റിതം കമ്പോസർ എന്ന് പറയുന്ന സാധനം ഇല്ല. ഉണ്ട്, ചെറിയ ഒരു സാധനമേ ഉള്ളൂ അത്. അപ്പോൾ അവിടെ ബാലി എന്ന് പറയുന്ന ഒരു വലിയൊരു ആർട്ടിസ്റ്റ്, അയാളെയും കൂടെ, അയാളൊരു കർണാടകത്തിൻ്റെ വലിയൊരു ആർട്ടിസ്റ്റാണ്. പിന്നെ ചന്ദ്രു എന്ന് പറയുന്നത്, ഇവർ 2 പേരെയും കൂടെ കൂട്ടി. ഈ ചന്ദ്രു ഒക്കെ അവിടുത്തെ ചാമുണ്ടേശ്വരി സ്റ്റുഡിയോയിലെ വലിയ ഫസ്റ്റ് ഗ്രേഡ് ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഈ ബാലി, ചന്ദ്രു, പിന്നെ ഇവരുടെ ഞങ്ങളുടെ കൂടെ ഇവിടെ തരംഗിണിയിലെ റെക്കോർഡിങ്ങിന് വരും. അപ്പോൾ തരംഗിണിയിലെ ആർട്ടിസ്റ്റുകളിലൂടെ പ്ലേ ചെയ്യാം. അപ്പോൾ എല്ലാം കൂടി ഒരു 10-35 പേര് അതിന് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് അവിടെ ഒരു ഹോട്ടലിൽ താമസിച്ച് ഞങ്ങളവിടെ റെക്കോർഡിങ്ങിന് പോയി. അപ്പോൾ ഇങ്ങനെ പല പാട്ടുകളും ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഇന്ന് സിങ്കായി വരാൻ ഇവിടുത്തെ ആർട്ടിസ്റ്റുകളും നമ്മൾ. അപ്പം ഇതിനകത്ത് ഈ ഋതം മുഴുവൻ ഇവിടുന്ന് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെ ഋതം ചെയ്തുകൊണ്ട് വന്നാൽ അതിനകത്ത് നമ്മൾ വായിക്കുന്നത് സിങ്കാകാൻ പാടണം. അങ്ങനെ ഒരു സിസ്റ്റം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതായത് ഒരു ഋതം ചുമ്മാ ചെയ്യും, അതിനകത്ത് പ്ലേ ചെയ്ത് വരുമ്പോഴത്തേക്കിന് ഇത് സിങ്കാകുമെന്ന് സംശയം. അപ്പോൾ അവർ പറഞ്ഞു, അഗസ്റ്റിൻ പറഞ്ഞു കംപ്ലീറ്റ് നൊട്ടേഷൻ ഉണ്ട്, നിങ്ങൾ പ്ലേ ചെയ്താൽ മതി. അങ്ങനെ വായിച്ചു, എല്ലാം സിങ്കായോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ധാരണയിൽ ഞങ്ങൾ
അങ്ങനെയാണ് ഈ റെക്കോർഡ്. അപ്പോൾ എൻ്റെ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു എന്ന് പറയുന്നതിനകത്ത് ചരണം കഴിയുമ്പോഴത്തേക്കും ഓ അങ്ങനെ സാധനമുണ്ട്. അത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഉണ്ടാക്കിയത്. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു, അത് പണി ചരണം പാടി കഴിയുമ്പോഴാണ് ഇത് വരുന്നത്, ഈ ഹമ്മിങ് വരുന്നത്. അപ്പോൾ ആ ഹമ്മിങ് അന്നേരം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ വന്നിട്ട് അതങ്ങ് മറന്നു പോകും. കാരണം അല്ലാതെ ഞാൻ പാടിയതുകൊണ്ട് ഞാനത് മറന്നു. അപ്പോൾ റെക്കോർഡിങ് ഈ 8 ട്രാക്ക് 2 ഇഞ്ച് ടേപ്പ് അങ്ങനെ ഒരുപാട് നേരം റൺ ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ഹാങ് ആകും, അത് സ്റ്റക്കാകും. അപ്പം നമ്മൾ പാടുമ്പോൾ ഒരു 2, 3, 4 പ്രാവശ്യം കൊണ്ട് പാടി എടുക്കണം. അപ്പോൾ പ്രാക്ടീസ്. അപ്പോൾ എനിക്ക് ഇനി തെറ്റ് പറ്റും. അപ്പം ഞാൻ ഒരു ദിവസം ഇട്ടു. പിന്നെ രണ്ടാമത്തെ ദിവസം വന്ന് അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് റെഡിയായിട്ട് വന്ന് പാടുമ്പോഴത്തേക്കിന് ആ ഹമ്മിങ്ങിൻ്റെ അവിടെ എന്തോ ഒരു ചെറിയൊരു ചളുക്കം പോലെ വരിക. അപ്പം പിന്നെ ഞാൻ വന്നിട്ട് ഒന്നുകൂടെ പോയി പാടിയത് ഇപ്രാവശ്യം ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമുക്ക് അങ്കലാപ്പാണ് ഇത് ശരിയായില്ലെങ്കിൽ. അപ്പോൾ ട്രാക്കിലായതുകൊണ്ട് നമുക്ക് ആ പോർഷൻ മാത്രം പാടാം. അപ്പോൾ ഞാനങ്ങനെ പാടാമെന്ന് വിചാരിച്ച് അവിടെ. അപ്പം ഞാനങ്ങോട്ട് കയറുമ്പോൾ ഈ അവിടെ ബൂത്തുകളിലും അവിടെ ഇവിടെ എല്ലാം ഈ കാക്കിയൊക്കെ ഇട്ട് ഒത്തിരി പേര് നിൽപ്പുണ്ട്. കാരണം അവിടുത്തെ ജോലിക്കാരാണ്. അപ്പം നമുക്ക് ചായ കൊണ്ടുവരുന്നതും ഒക്കെ കാക്കി ഇട്ട അവിടുത്തെ ചെറുപ്പക്കാർ അവിടെയുണ്ട്, അവരൊക്കെ കൊണ്ടുവരും. അപ്പം ഞാനിങ്ങനെ എൻ്റെ ബൂത്തിലോട്ട് ഞാൻ പാടാനായിട്ട് അങ്ങനെ വീണ്ടും ഒന്ന് തെറ്റിയിട്ട് പിന്നെ പാടാനായിട്ട് ഞാൻ കയറി ചെല്ലുമ്പോൾ ആ വാതിക്കൽ നിൽക്കുന്ന കാക്കിയിട്ട് എനിക്ക് ഡോർ തുറന്നു. അപ്പം സാറേ ഒരു കഴിഞ്ഞ് സാറാ പാടുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ അങ്ങ് പാടിയാൽ മതി, അപ്പോൾ ശരിയാകും, എനിക്ക് പറഞ്ഞു തരിക, സാറിനൊന്നും എന്നോട് തോന്നരുത് എന്ന് പറഞ്ഞ് അവൻ അപാരമായിട്ടത് പാടി എന്നെ കേൾപ്പിക്കും. അപ്പം ഞാൻ നിങ്ങളോട് ഞാനൊന്ന് പാടിച്ചു, ധൈര്യമായിട്ട് പാടിക്കും, കുഴപ്പമില്ല. ഞാൻ അകത്ത് കയറി അത് പാടി, അത് റെഡിയായി കുഴപ്പമില്ല, നന്നായിരിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു പോയി. ഞാൻ ഉടനെ ഓടി അവൻ്റെ അടുത്ത് ചെന്നു. ഞാൻ അവനോട് ചോദിച്ചു പേരെന്നാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ ഗോപാലകൃഷ്ണൻ എൻ്റെ ഒരു പേര് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ്? അവൻ ഗാനപ്രവീൺ പഠിച്ച ആളാണ്. ഇവിടെ ജോലിയില്ലാഞ്ഞിട്ട് യേശുദാസിൻ്റെ സ്റ്റുഡിയോയിൽ വന്നിട്ട് അവിടെ ഡോറ് തുറക്കുന്ന ആളാണ്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഓർക്കുക നമ്മളെക്കാൾ എത്രയോ വലിയ ജോലി ചെയ്യാനുള്ള താല്പര്യത്തിനേക്കാൾ കൂടുതൽ അവിടെ ഒരു സംഗീത ഇത് ചെയ്യുന്നൊരു സ്ഥാനവും കൂടാണ്. അപ്പം പുള്ളിക്ക് നമ്മളെക്കാൾ എത്രയോ യോഗ്യന്മാരായിട്ടുള്ള പാട്ട് തന്നെ. ആ സ്ഥാനത്ത് ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത് ഇങ്ങനെ. ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് എനിക്ക് അങ്ങനെ പാടാം. ഞാൻ ഓർക്കുക എന്നെക്കാൾ എത്രയോ നല്ലതായിട്ട് അയാൾ പാടുക. പക്ഷേ ആ പാട്ട് എന്നിലൂടെയാണ് ദൈവം ലോകത്തെ കേൾപ്പിച്ചതും ഒരുപാട് ഫേമസ് ആയ ഒരു പാട്ട് പാടാൻ. അപ്പോൾ അയാളെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അയാളെ കഴിവുള്ള മറ്റനേകർ ഉണ്ടായിട്ടും ദൈവം തൻ്റെ കരങ്ങളിൽ പ്രിയ മാത്യു ജോണിനെ ഉപയോഗിച്ചു. നമ്മൾ അനുഭവങ്ങൾ കേട്ടു, വളരെ നമ്മളെ ടച്ച് ചെയ്യുന്ന അനുഭവങ്ങൾ. ഇവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും അടുത്ത പുതിയ അനുഭവങ്ങൾ അദ്ദേഹം കടന്നുപോയ വഴിത്താരകളിലൂടെ നമുക്ക് വീണ്ടും പോകാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.